എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സദ്യയിൽ വിളമ്പുന്ന പച്ചടിയാണ് തയ്യാറാക്കുന്നത്. ഏത് പച്ചക്കറികൾ കൊണ്ടും പച്ചടി തയ്യാറാക്കാവുന്നതാണ്. കുമ്പളങ്ങ കൊണ്ടുള്ള പച്ചടിയാണ് തയ്യാറാക്കുന്നത്. 800 ഗ്രാം തൂക്കം വരുന്ന കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതിയാണ് പച്ചടി തയ്യാറാക്കുന്നതിനായി എടുക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഒരു പാനിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുത്ത് കുമ്പളങ്ങ വേകുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. കുമ്പളങ്ങ വേകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നേരത്തെ വേവിക്കാനായി മാറ്റിവെച്ച കുമ്പളങ്ങ വെന്ത് വരുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ചേർത്ത് കൊടുത്ത അരപ്പ് ഒന്ന് ചൂടായാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിനായിട്ട് 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് ചേർത്ത് അരപ്പുമായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. ഈ ഒരു പാകത്തിനാണ് കിട്ടേണ്ടത്. ഇതിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമായ വറവ് തയ്യാറാക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് എന്നിവ ചേർത്ത് ഒന്ന് മൊരിയിച്ചെടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ച പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.